അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്രാഗോനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഡ്രാഗോൻ്റെ ഒറിജിൻ നോക്കാം. ഡ്രാഗോനെ ഫസ്റ്റായിട്ട് ഈ ഒരു ജാക്കി ചാൻ കാർട്ടൂണിൽ കാണിക്കുന്നത് സീസൺ 4 ഒരു ഫില്ലർ എപ്പിസോഡിലാണ്. ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വരുന്ന ജൂലി പിന്തുടർന്ന് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഡ്രാഗോനെ കാണിക്കുന്നത്. അതിനുശേഷമാണ് ഡ്രാഗോ ഷിൻഡോന്റെ മകനാണെന്നും ഷിൻഡോനെ രക്ഷപ്പെടുത്താനാണ് ഡ്രാഗോ ശ്രമിക്കുന്നതെന്നൊക്കെ ഈ ജാക്കിക്കും അങ്കിളിനൊക്കെ മനസ്സിലാവുക. ഈ ഡ്രാഗോയ്ക്ക് അതിനായിട്ട് വേണ്ടത് ഈ ഒരു ഡ്രാഗൺ പല്ലുകളാണ്. പക്ഷെ പാസ്റ്റിൽ അതുവരെ ആരും ഡ്രാഗൺ പല്ലുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഷിൻഡോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ പല്ലുകൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ ഒരു ഷിൻഡോനെ പ്രതിമയിൽ നിന്ന് ഈ സാധാരണ ഒരു ഡ്രാഗനാക്കി മാറ്റുകയും ചെയ്യും. പക്ഷേ ഡ്രാഗോ തന്നെ ചെയ്യുന്ന ഒരു പൊട്ടത്തരം കാരണം ഈ ഒരു ഡ്രാഗൺ പല്ലുകൾ ഡ്രാഗോ തന്നെ കത്തിച്ചു കളയും. ഷിൻഡോ പഴയതുപോലെ ഒരു പ്രതിമയായിട്ട് തന്നെ പിന്നെ മാറും. അവസാനം ജാക്കി, ജൂലി, അങ്കിൾ എല്ലാവരും കൂടി ഈ ഒരു ഡ്രാഗോനവിടെ തോപ്പിക്കും. അവസാനമായിട്ട് ഈ ഒരു സെക്ഷൻ 13 അടച്ചു വയ്ക്കും. അപ്പോൾ ഇതാണ് ഡ്രാഗോൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒരു ദുഷ്ടശക്തികൾക്ക് ശക്തി കൂടുന്ന ഒരു പ്രത്യേകതരം പ്ലാനറ്ററി സിസ്റ്റം കാരണം ഈ ഒരു ഡ്രാഗോ അവിടുന്ന് രക്ഷപ്പെടും. ഈ ഒരു ഷിൻഡോനെ അവിടുന്ന് രക്ഷിക്കുന്ന പ്ലാൻ ഈ ഒരു ഡ്രാഗോ അവിടെ ഉപേക്ഷിക്കും. അതിനുശേഷം മറ്റൊരു കാര്യം ഡ്രാഗോ തീരുമാനിക്കും. ഷിൻഡോൻ്റെ ഒപ്പമുള്ള 7 മോൺസ്റ്റേഴ്സിൻ്റെയും പവേഴ്സ് കൺസ്യൂം ചെയ്തിട്ട് സ്വയം പവർഫുള്ളായിട്ട് മാറാനായിട്ട് ഡ്രാഗോ തീരുമാനിക്കും. ഇതിനായിട്ട് തന്നെ ഈ ഒരു 8 മോൺസ്റ്റേഴ്സിൽ ഈ ഒരു ഷിൻഡോൻ്റെ പവർ ഡ്രാഗോയ്ക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഷിൻഡോ ഒരു ഫയർ ഡീമനാണ്. അങ്ങനെയുള്ള ബാക്കിയുള്ള 7 ഡീമൻസിൻ്റെയും പവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഈ ഡ്രാഗോ തീരുമാനിച്ച് അങ്ങനെയാണ് ഈ ഒരു സീസൺ 5 ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഡ്രാഗോൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കാം. ഡ്രാഗോൻ്റെ ഫസ്റ്റിലൊരു പവറാണ് ഈ ഒരു ഡ്രാഗോയ്ക്ക് ഈ ഒരു ഫയർ യൂസ് ചെയ്തിട്ട് ആരെ വേണമെങ്കിലും ഡ്രാഗൻസ് ആക്കി മാറ്റാൻ പറ്റും. അവരെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇപ്പോൾ മായാവി തന്നെ ഈ ഒരു ഡാർക്ക് മാജിക് യൂസ് ചെയ്യുന്ന പോലെ ഈ ഒരു ഫയർ പവർ യൂസ് ചെയ്തിട്ട് തൻ്റെ പവർ വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കൊടുക്കണ ഈ ഒരു പവർ ആരാണ് വാങ്ങണത് അവർ ഡ്രാഗോൻ്റെ അടിമയായിട്ട് നിൽക്കാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് ഈ ഒരു ഡ്രാഗോൻ്റെ ഫസ്റ്റത്തെ പവർ. അടുത്ത പവറാണ് ഈ ഒരു ഫയർ യൂസ് ചെയ്യാൻ പറ്റും. ഫയർ ഇപ്പോൾ ഒരു ഡ്രാഗൻ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഫയർ യൂസ് ചെയ്യാൻ പറ്റും. ഡ്രാഗൺ മന്ത്രക്കല്ലിൻ്റെ അത്ര പവർഫുള്ളായിട്ടുള്ള ഫയർ ഈ ഒരു ഡ്രാഗോനെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫയർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രാഗോ പല ടൈമിലായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുണ്ടാവുക. പിന്നെ ഡ്രാഗോയ്ക്ക് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് കുറച്ച് കുറവാണ്. ഈ ഒരു ഷിൻഡോനും വിഘടനാഥിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഡ്രാഗോയ്ക്ക് ഇല്ല. കാരണം ഡ്രാഗോൻ്റെ ഏജ് തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ ഷിൻഡോയ്ക്ക് ഇത്ര 9000 കൊല്ലത്തെ എക്സ്പീരിയൻസ് അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷേ ഈ ഒരു ഡ്രാഗോയ്ക്ക് അത്ര വളരെ കുറവാണ്, എക്സ്പീരിയൻസ് വളരെ കുറവാണ്. അടുത്താണ് സ്പീഡ്. ഡ്രാഗോയ്ക്ക് നല്ലൊരു സ്പീഡുണ്ട്. ഇപ്പോൾ ഡ്രാഗോ ഈ ഒരു പവർ വേറെ 3 ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന പവറൊക്കെ ഡ്രാഗോൻ്റെ പവർ തന്നെയാണ്. ഈ ഒരു ഡ്രാഗോ യൂസ് ചെയ്യുന്നത് അതിലൊരാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രാഗോൻ്റെ സ്പീഡ് യൂസ് ചെയ്യുന്നുണ്ട്. അയാൾ നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗോയ്ക്ക് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അടുത്താണ് ഡ്രാഗോൻ്റെ ഫൈറ്റിംഗ് സ്കിൽസ്. ഒരു നോർമൽ ഹ്യൂമനെ കൊണ്ട് ഒരിക്കലും ഡ്രാഗോൻ്റെ മുമ്പിൽ അത്ര പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ മാർഷൽ ആർട്സ് ഒന്നും അറിയാത്തൊരു ഹ്യൂമനെ കൊണ്ട് ഒരിക്കലും കാരണവശാലും ഡ്രാഗോൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഒരു ഫൈറ്റിംഗ് സ്കിൽസ് ഒരു ക്യാരക്ടറാണ് ഡ്രാഗോ. അപ്പോൾ അടുത്തതായിട്ട് ഡ്രാഗോയ്ക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ നോക്കാം. ഇപ്പോൾ മറ്റുള്ള വില്ലന്മാരെ പോലെ ഡ്രാഗോയ്ക്ക് അങ്ങനെ മാജിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള വീക്ക്നെസ് ഒന്നും ഇല്ല. പക്ഷേ ഡ്രാഗോൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് ഒരു ബാക്കിയുള്ള വില്ലന്മാരെ വെച്ച് നോക്കുമ്പോൾ ഡ്രാഗോയ്ക്ക് കുറച്ച് പവർ കുറവാണ്. ഇപ്പോൾ ഷിൻഡോനെയും വിഘടനാഥനെയും മായാവിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനും ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷേ ഡ്രാഗോ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് കുറവും ഡ്രാഗോൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ മാജിക്കിനൊക്കെ ഒരു ഇമ്മ്യൂൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു ഡ്രാഗോ. അവസാനമായിട്ട് ഡ്രാഗോൻ്റെ ഒരു ഫോം ഉണ്ട്. നോർമൽ ഫോമിൽ ഇരിക്കുമ്പോൾ ഡ്രാഗോ നല്ല പവർ കുറവായിട്ടാണ് കാണിച്ചത്. പക്ഷെ എന്നാലും അവസാനമായിട്ട് ഈ എല്ലാ ഡീമൻസിൻ്റെ പവറുള്ള ഡ്രാഗോ നല്ല പവർഫുള്ളായിട്ട് ഈ ഒരു ഷിൻഡോനെ വരെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാനായിട്ടൊക്കെ കാണിച്ചത്. ഈ ഒരു സീസൺ 5 എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫൈനൽ പോലെ കാണിച്ചത്. ഈ ഒരു ഡ്രാഗോയ്ക്ക് എല്ലാ പവറും കൊടുത്തിട്ടാണ് കാണിച്ചത്. ഷിൻഡോ വേഴ്സസ് ഡ്രാഗോ എന്ന് പറഞ്ഞൊരു ബാറ്റിലും അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഡ്രാഗോൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വിഘടനാഥനെ പറ്റിയിട്ടും മായാവിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും കാണാത്തവരെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.